അപ്പോൾ നമുക്ക് ഇന്നത്തെയും പോലെ കോവിഡ് ചർച്ചയിൽ നിന്ന് ഇന്ന് തുടങ്ങാം. അപ്പോൾ 15,600 പേർക്ക് ഇന്നലെ കോവിഡ് ഉണ്ടായിരുന്നു. ഇന്നലെ സെൻട്രൽ ടൈം ഇവിടെ വന്നു. അപ്പോൾ ഇത് 15,600 പേർക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ അത് ഒരു നല്ല കണക്കാണ്. പിന്നെ 10.36% ഇതിൻ്റെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഇവരുടെ ഈ പോസിറ്റിവിറ്റി നിരക്ക് ടി പി ആറും പോസിറ്റിവിറ്റി റേറ്റും ഏറ്റവും ഉയർന്ന നമ്പർ ഓഫ് ഡെത്ത്സും ഏറ്റവും ഉയർന്ന രോഗികളുടെ എണ്ണവും ഇതിൽ മൂന്നിലും കേരളം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആഹ്ലാദകരമായ വസ്തുത. അപ്പോൾ ഇതിനോടൊപ്പം ഈ ഇന്റർനെറ്റിൽ വളരെ വിശകലനം നടത്തി വന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇവിടുത്തെ ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പ്രധാനമായിട്ടും ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് തീരുമാനിക്കുന്നത് ഈ ഒരു സംഘടനയുണ്ട്, വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സംഘടനയുണ്ട്. ആ സംഘടനയുടെ ആൾക്കാരാണ് ഇതിൻ്റെ ഉപദേശകന്മാരെന്ന് പറയുന്നത്. അവരാണ് പ്രധാനമായിട്ട് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം, സത്യാനന്തരം എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ സത്യാനന്തര കാലത്താണ് ജീവിക്കുന്നുള്ളത്. സത്യാനന്തരം അതായിരിക്കും, സത്യത്തിനുമപ്പുറം നിൽക്കുന്ന ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ആയിരിക്കും. അപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്ന ഈസിൻ്റെ വെർച്വൽ റിയാലിറ്റി, അത് വെർച്വൽ റിയാലിറ്റി ആണോ അതോ അതൊരു ഈ നമ്മുടെ ശരീരത്തെ ഭൗതികമായി ബാധിക്കുന്ന ഒരു സംഭവമാണോ എന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ വളരെ ഫലവത്തായ ചർച്ചകൾ നടക്കേണ്ട ഒരു കാലമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ദുർബോധനകളുടേതായ ഒരു കാലത്തായതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നിനും യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. അതിൽ കൂടെ മനോരമയിൽ നിന്ന് ഒരു ടൈറ്റിൽ കേൾക്കും, ഭയങ്കര രസമാണ്. കേരളത്തിൽ കോവിഡ് 30 ലക്ഷം, യഥാർത്ഥത്തിൽ 1 കോടി. ഇപ്പോൾ ഇത് പറയുന്ന ഇങ്ങനെ ഇത് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും 30 ലക്ഷം പേര് ഇങ്ങനെ രോഗം ബാധിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ 30 ലക്ഷം രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നു, 1 കോടിയോളം രോഗം ബാധിച്ച് കിടക്കുകയാണ്. യഥാർത്ഥ ഈ റിപ്പോർട്ട് ശരിയാണ്. ഇത് 1 കോടിയൊന്നുമല്ല. ഈ കേരളത്തിൽ പറഞ്ഞില്ല, ഇപ്പോൾ എത്ര കോടി ജനങ്ങളാണോ ഉള്ളത് അത്രയും കോടി ജനങ്ങളിൽ ഒരു 3/4 പങ്കിനും ഈ രോഗം വന്നു പോയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഈ സീറോളജിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് അവരുടെ സീറോളജിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടെന്ന് നോക്കി. അതായത് ഈ രോഗം വന്നു പോയതിൻ്റെ ഇതിൻ്റെ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാനൊന്നും നോക്കില്ല. ഈ ഏതെങ്കിലും തരത്തിലുള്ള കൊറോണ ബാധിക്കാത്ത ഒരു ശരീരവും ഈ മനുഷ്യൻ്റേതായിട്ട് ഭൂമിയിലുണ്ടാകുകയില്ല. അപ്പോൾ ഈ രോഗം വന്നു പോയവരായിട്ട് ഒരുപാട് പേരുണ്ട്. WHO തന്നെ പറയുന്നുണ്ട് 80% പേർക്ക് വന്നു പോയിട്ടുണ്ട്. പിന്നെ താഴെ പറയുന്നുണ്ട്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും പേടിക്കേണ്ട, ഈ 1 കോടി കോവിഡ് 1 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് 1 കോടി പേർക്ക് ഇവിടെ കോവിഡ് പിടിച്ചെന്തോ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതല്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒരു സീറോളജിക്കൽ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ കോവിഡിൻ്റെ ആൻറ്റിബോഡീസ് 30 ലക്ഷത്തിലേറെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് 1 കോടിയല്ല, 1 കോടിയിൽ കൂടുതൽ കാണും. ഇതിങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് വൈറലായിട്ടുള്ള എലിമെൻറ്റ്സ്, നിരവധി വൈറൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകും. ആ വൈറൽ എലിമെൻറ്റ്സ് അതിൽ ചിലത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും, ചെറിയ തരം അസുഖങ്ങളുണ്ടാക്കും, ചിലത് വളരെ മാരകമായ അസുഖങ്ങളുണ്ടാകും, മാരകങ്ങളല്ലാത്തത് ചെറിയ അസുഖങ്ങളുണ്ടായിട്ട് നമ്മളറിയാതെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നിനെയാണ് നമ്മളിപ്പോൾ SARS-CoV-2 എന്ന് വിളിക്കുന്നത് എന്നാണ് WHO പറയുന്നത്. 80% പേരും ഇത് വന്നു പോയത് അറിയാത്തവരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവർ പറയുന്നതനുസരിച്ച് യഥാർത്ഥത്തിൽ 1 കോടി പേരും ഇത് വന്നു പോയി അറിയാത്തവരാണ്. ജനങ്ങളിൽ 1 കോടി ആളുകളും വന്നു പോയിട്ട് ഇത് വന്നു പോയിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാത്തവരായിട്ടുള്ളവരാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഞാനവിടെ ചർച്ച ചെയ്യുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രോഗം എന്ന് പറയുന്നത്
ഇറലവൻ്റ് ആണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് മനോരമയുടെ റിപ്പോർട്ട്. കേരളത്തിലിപ്പോൾ 1 കോടി പേർക്ക് കോവിഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റിബോഡീസ് ഇവിടെ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നതുള്ള കാലം നമ്മൾ കോവിഡ് രോഗികളാണെന്ന് ആണ് ഇതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇത് ഇല്ലാത്തവരായിട്ട് ആരും ഇവിടെ ഇല്ല, എല്ലാവർക്കും ഇത് വന്നു പോയിട്ടുണ്ട്. ഇത് പിന്നെ ഇതിനെ പെരുപ്പിച്ചെടുത്തിട്ട് ഇതിനൊരു രോഗമാക്കി ഊതി പെരുപ്പിച്ചെടുത്ത് അതിനൊരു ശുശ്രൂഷ നൽകുകയും അതിനായിട്ട് കുറേ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് വളരെ കൃത്രിമവും ശുദ്ധ അസംബന്ധമാണെന്നുള്ള തെളിവ് ഈ മനോരമ റിപ്പോർട്ട് തന്നെയാണ്. അവർ തന്നെ പറഞ്ഞിരിക്കുക എന്താണ്, ഞാനത് വായിക്കാം. കേരളത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി 30 ലക്ഷം കടന്നു. വിദേശ ഇതര സംസ്ഥാന മലയാളികളെ മാറ്റി നിർത്തിയാലുള്ള ജനസംഖ്യയുടെ ഏതാണ്ട് 10% കോവിഡ് ബാധിതരായി. ഇതേസമയം 2ാം തരംഗത്തിന് മുമ്പ് ഫെബ്രുവരിയിൽ സർക്കാർ നടത്തിയ സീറോ പ്രിവലൻസ് സർവേ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ കോവിഡ് വന്നുപോയവരുടെ എണ്ണം 1 കോടിയോളമാവും. അതായത് കോവിഡ് വന്നുപോയവരുടെ എണ്ണം 1 കോടിയോളമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ മാപ്പിളെ അറിയിച്ചിട്ട് വന്നു പോയതല്ല, പിണറായി വിജയനെ അറിയിച്ചിട്ട് വന്നു പോയതല്ല, വീണ ജോർജിനെ അറിയിച്ചിട്ട് പോയിട്ട് ഇവരാരും അറിഞ്ഞിട്ടില്ല. IMAക്കാരും അവയവ കച്ചവടക്കാരും അറിഞ്ഞിട്ടില്ല വന്നുപോയതൊന്നും. ആരെയും അറിയിക്കാതെ വന്നുപോയ ഈ WHO പറഞ്ഞതുപോലെ 80% പേര് ശരീരത്തിൽ വന്നു പോയതാണ്. ഇവരെല്ലാം ആശുപത്രി കൊണ്ടുപോയെന്ന് 1 കോടി ഉള്ള പേരെയൊന്നും രോഗമൊന്നും പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് 1 കോടി ഇത് പറഞ്ഞില്ലേ കോവിഡ് രോഗികളുടെ എണ്ണമാണ് ഇവർ 1 കോടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ ടെസ്റ്റ് നടത്തി എന്തായാലും 1 കോടി രോഗികൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 30 ലക്ഷം രോഗികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ലക്ഷം പേരെ ഇവർ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. 30 ലക്ഷം പോസിറ്റീവാണെന്ന് കാണുന്നില്ല. 30 ലക്ഷം പേർക്ക് വന്നുപോയി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുന്നതും നിങ്ങളുടെ ഈ പോസിറ്റിവിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വന്നിട്ട് പോകുന്നു എന്ന് പറയുന്നതും ഈ പോസിറ്റിവിറ്റി റേറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് പറഞ്ഞത്, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ് എന്തിനാണ് പൊതുവേ ഈ RTP എന്നൊക്കെ പറയുന്ന ഈ തട്ടിപ്പുകൾ? ഈ പോസിറ്റിവിറ്റി ഒരു മാനദണ്ഡമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം വരികയും നിങ്ങൾ ഒരു വൈറസ് പോസിറ്റീവാകുകയും വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും എന്നിട്ട് അത് വന്നുപോയി എന്ന് പറയണം. എന്നിട്ട് അത് വന്നു പോയതിന് ശേഷം അതിൻ്റെ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ കാണുന്നു. 1 കോടി പേർക്ക് വന്നു പോയിട്ടുണ്ടെന്നാണ് 2ാം തരംഗത്തിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് പറയുന്നത്. 1 കോടി പേർക്ക് വന്നു പോയിട്ടുണ്ട്. 1 കോടി പേരെ നിങ്ങൾ ചികിത്സിച്ചിട്ടുണ്ടോ? 1 കോടി പേര് പോസിറ്റീവാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് വന്നു പോയത് എങ്ങനെയാണ്? വന്നിട്ടുണ്ടല്ലോ, 1 കോടി പേർക്ക് വന്നിട്ടുണ്ട്. എല്ലാവരെയും നിങ്ങൾ പിടികൂടിയിട്ടില്ല, എല്ലാവരും നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയി ഇൻഫെക്ഷ്യസ് ആകുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ല. അപ്പോൾ ദി റിയൽ ക്വസ്റ്റ്യൻ ഈസ് വെദർ ഇറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് ഓർ മോർട്ടൽ. അവിടെ മാത്രമാണ് നമുക്ക് പലതരം വൈറസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. പല വൈറസുകളും പലതരത്തിലും നമ്മളെ ഉപദ്രവിക്കാതിരിക്കുകയോ പോസിറ്റീവായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന വൈറസുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നിങ്ങളിപ്പോൾ ഒരു രോഗം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇത്രയധികം തത്രപ്പാടുകൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ചോദ്യം വേണം. അതിന് ഒന്നുകിൽ ഈ പറയുന്ന ഈ വന്നുപോയ ഈ ഇതുണ്ടല്ലോ, 1 കോടി പേർക്ക് വന്നുപോയ ഈ രോഗം അത് ഇൻഫെക്ഷ്യസ് ആകണം. 1 കോടി പേർക്ക് കോവിഡ് വന്നു പോയി എന്ന് നിങ്ങൾ പറയുന്നു. ഇഫ് കോവിഡ് ഈസ് ഇൻഫെക്ഷ്യസ്, ഈ 1 കോടി പേർക്ക് വന്നു പോയിട്ട് വൈ ഇറ്റ് വാസ് നോട്ട് ഇൻഫെക്ഷ്യസ്? ഇത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു 10-15 പേർക്കെങ്കിലും ഇൻഫെക്ഷൻ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അത് ഇൻഫെക്ഷ്യസ് ആവില്ല. അല്ലെങ്കിൽ ചുരുങ്ങിയത് 5 പേർക്കെങ്കിലും ഇൻഫെക്ഷൻ കൊടുക്കണമല്ലോ, അല്ലാതെ ഇൻഫെക്ഷ്യസ് ആവില്ലല്ലോ. ഇൻഫെക്ഷ്യസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പകർച്ചവ്യാധിയാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ 1 കോടി പേർക്ക്, അത് മനോരമയുടെ റിപ്പോർട്ടാണ്, നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ മനോരമ റിപ്പോർട്ടാണ്. 1 കോടി പേർക്ക് കോവിഡ് വന്നു. 1 കോടി പേർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഇതൊരു പകർച്ചവ്യാധിയാണെങ്കിൽ 5 കോടി പേർക്കെങ്കിലും ഈ രോഗം ഉണ്ടാകണം, എന്നാലേ അത് ഇൻഫെക്ഷ്യസ് ആവും. അല്ലാതെ ഇൻഫെക്ഷ്യസ് ആകില്ല. 1 കോടി പേർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അത് 5 കോടി പേർക്ക് കൊടുത്തുകൊണ്ടാണ്. ഇത് അറിയാതെ വന്നു പോയതാണ്, നമ്മളാരും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു ഇൻഫെക്ഷ്യസ്നെസ് ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷ്യസ്നെസ് ഈ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വ്യാപിച്ച് 1 കോടി പേര് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ രോഗം ഉണ്ടായിട്ട്. 1 കോടി പേർക്ക് അതുണ്ടാകുന്ന വെച്ചാൽ 1 കോടിയല്ല, 5 കോടി പേർക്ക്
ഒരാൾ 5 പേർക്കെങ്കിലും കൊടുത്താൽ ദി ഇൻഫെക്ഷ്യസ്നെസ് ഈസ് അൺപ്രൂവ്ഡ്. ഇത് ഇൻഫെക്ഷ്യസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇത് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ എത്ര പേർക്ക് ജലദോഷം വരുന്നു, അതായത് ഈ കേരളത്തിൽ എത്ര പേർക്ക് ജലദോഷം, അതായത് ജലദോഷമായിട്ട് വളരെയധികം സാമ്യമുള്ള HIV പോലെ തന്നെ വരുന്ന ഈ കൊറോണ ഫാമിലിയിൽപ്പെട്ട ഒരു പ്രത്യേകതരം ഇതാണ് സാഴ്സ് എന്ന് പറയുന്നത്, സാഴ്സിയോ എന്ന് പറയുന്നത്. 2003 ഇതിൻ്റെയൊക്കെ ഈ തുമ്പിക്കൈയും കൊമ്പുമൊക്കെ കണ്ടെത്തി അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിന് ശേഷം പിന്നെ ആരും 2003 ശേഷം ഒരു സവിശേഷമായൊരു വൈറസിനെ ലോകത്ത് ആരും കണ്ടെത്തിയിട്ടില്ല. നോബഡി ഐസൊലേറ്റഡ് സച്ച് എ COVID-19 വൈറസ്. അങ്ങനെ COVID-19 വൈറസ് എന്ന് പറയാവുന്നൊരു വൈറസിനെ ആരും കണ്ടെത്തിയിട്ടില്ല. ഈ നമ്മുടെ ഈ വന്നുപോയ കോവിഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ജലദോഷം എന്ന് പറയുന്നത് കേരളത്തിലെ എത്ര കോടി ആളുകൾ വന്നു പോയിട്ടുണ്ട്. അത് ജലദോഷം ഇൻഫെക്ഷ്യസ് ആണോ? ചിലപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ട് വരും. ചില സമയങ്ങളിൽ വർഷകാലങ്ങളിലൊക്കെ നമുക്ക് തോന്നുന്നത് ഇൻഫെക്ഷ്യസ് ആണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ആ ഇൻഫെക്ഷ്യസ്നെസ്സിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് തീവ്രതരമല്ലാത്ത, അതാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന യാതൊരു പ്രൂഫും ഇല്ലാത്തൊരു രോഗമാണെന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ്. 1 കോടി പേർക്കല്ല, അതിൽ കൂടുതൽ പേർക്ക് വന്നിട്ടുണ്ട്. ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുമ്പോഴത്തേക്ക് പലരുടെ ശരീരവും എല്ലാവരുടെ ശരീരവും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ടെസ്റ്റ് നടത്തുന്നതിന് അവരെ ഈ ആൻറ്റിബോഡീസ് ടെസ്റ്റ് അല്ലെങ്കിൽ സീറം ടെസ്റ്റ് നടത്തി നോക്കും. സീറം ടെസ്റ്റ് നടത്തി നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഇത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഐ എം എ പോസിറ്റീവ്, ഞാൻ പോസിറ്റീവാണ്. വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോസിറ്റീവ് ആയിരിക്കും. വന്നിട്ട് പോയെന്നുള്ളത് എൻ്റെ കുറ്റമല്ല. അത് എന്നെ കയറി ആക്രമിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരം അതിനെ ചെറുത്ത് നിന്നു, അതങ്ങ് പോയി. ആരും അറിഞ്ഞില്ല, ഡോക്ടർമാരും അറിഞ്ഞില്ല, വീട്ടുകാരും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, പോയി. ഇതാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. നമ്മൾ പറയാം, നിങ്ങൾ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കരുത്. ഉത്തരവാദിത്വമുള്ളൊരു ഭരണകൂടം ചെയ്യരുത്. ഞാൻ ഒരു പ്രസ് റിപ്പോർട്ട് എടുത്ത് പറയുന്നതാണ്. 1 കോടി പേർക്ക് ഇതുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ഇപ്പോൾ നമ്മൾ ഈ സൂചിയും ഇതുമായിട്ട് ടെസ്റ്റുമായിട്ടൊക്കെ ഇറങ്ങിയിട്ട് 1.5 വർഷമായിട്ടുണ്ട്. ഈ 1.5 വർഷത്തിനിടയ്ക്ക് 1 കോടി പേർക്ക് വന്നു പോയിട്ടുണ്ട് എന്നാർക്കും തെളിയിക്കാൻ കഴിയില്ല. അതിന് മുമ്പും പിൻപുമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ഇത് വന്നു പോയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ ആൻറ്റിബോഡീസ് അവശേഷിക്കുന്ന ശരീരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മിത്തുകൾ, ഇത്തരം പൊളിക്കഥകൾ കൊണ്ട് ഒരു രോഗത്തിൻ്റെ സ്വഭാവത്തെ പറ്റി അവ്യക്തതകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് സീറോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നത്? നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നു, RT-PCR ടെസ്റ്റ് നടത്തുന്നു, അങ്ങനെ പല ടെസ്റ്റുകളും നടത്തുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സീറോളജിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് ഇങ്ങനെ 1 കോടി പേർക്ക് ഒരു കോടി കോവിഡ് രോഗികളുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ 1 കോടി പേർക്ക് കോവിഡ് എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ ഈ കണ്ടുപിടിച്ചവരും മരിച്ചവരും ഇനി കണ്ടെത്താത്തവരും ഉൾപ്പെടെയുള്ളവരെല്ലാം കോവിഡുകാരാണ്. കോവിഡ് ശരീരത്തിലുള്ളവരായിരുന്നു. കുറേ പേർക്കൊരു കുഴപ്പമില്ലായിരുന്നു. പറഞ്ഞില്ല, 80% പേർക്കും ഇത് വന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതലും ആകാം. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരു പകർച്ചവ്യാധി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻഫെക്ഷ്യസ് പവറിൻ്റെ ആ ഒരു ഘടകമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. എത്രത്തോളം അതിന് ഇൻഫെക്ഷ്യസ് ആകാം, അത് ഒരു ആൾക്ക് പിടിപെട്ടാൽ അത് എത്ര പേർക്ക് പകർന്നു കൊടുക്കും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇറ്റലിയിൽ നിന്ന് ആരോ വന്നു, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ആരോ വന്നു, അല്ലെങ്കിൽ മലപ്പുറത്ത് ആരോ ഒരാൾ ആരുടെയൊക്കെ കല്യാണത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്, അയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കി പോയ വഴിയിലൊക്കെ ഇതിങ്ങനെ പകർത്തിക്കൊണ്ടാണ് അയാൾ പോയിരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള അസാധാരണമായ ധാരണയാണ്. അതായത് ഇങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അവിടെ മുഴുവനും, ഒരു ഗ്രാമം മുഴുവനും ഇതങ്ങ് പടർന്നേക്കും എന്നുള്ളതാണ്. അങ്ങനെ പടർന്നാലും പ്രശ്നമില്ലെന്നാണ് ഇത് പറയുന്നത്. രണ്ടാമത്, അത് നിങ്ങൾ പറയുന്നത് പോലെ 1 കോടി പേർക്ക് ഇതുണ്ടെങ്കിൽ ആ ഒരു 100 കോടി പേർക്ക് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഈ രോഗം ഉണ്ടായി വരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ രോഗം 1 കോടി പേർക്ക് വന്നിട്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ദി ഡിസീസ് ഈസ് നോട്ട് അറ്റ് ഓൾ മോർട്ടൽ. അത് ഒരിക്കലും അങ്ങനെ ഒരു മാരകമായ രോഗമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. നിങ്ങൾ മറ്റുള്ള രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞില്ലേ, സാധാരണ നമുക്ക് ജലദോഷവും പനിയൊക്കെ വന്നു പോകാറുണ്ട്. ജലദോഷവും പനിയും വന്നുകൊണ്ടാണ്
നമുക്കിതൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ പല രോഗത്തിൻ്റെ സിംറ്റംസ് ആയിട്ട് ഇതൊന്നും ഉണ്ട്. അതിൻ്റെ വൈറൽ എലിമെൻറ്റ്സ് അവിടെ കാണും. ഈ വരുന്ന ജലദോഷത്തിൻ്റെ, പനിയുടെയൊക്കെ, ചുമയുടെയൊക്കെ സിംറ്റംസ് നമ്മുടെ ശരീരത്തുണ്ടാകും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അതാണ് രോഗം എന്ന് പറയുന്ന ആ രോഗനിർണയ വൈദഗ്ധ്യം, ആ രോഗനിർണയ വൈദഗ്ധ്യത്തിൽ അഭിരമിക്കുന്ന അവയവ കച്ചവടക്കാരുടേതായ ഒരു മന്ത്രിസഭയാണ് നമ്മളെ ഭരിക്കുന്നത്. ഇപ്പം ഇനി അതിനെ അങ്ങനെ പറയാൻ പറ്റും. ഇതിൻ്റെ പറഞ്ഞില്ലേ, ഇത് മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നെറ്റിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോവിഡ് നെഗറ്റീവിൻ്റെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ്, ലക്ഷക്കണക്കിന് ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഒരു മേള നടത്തി കൊടുത്തു എന്നും പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. ഈ ലോൺ മേള നടത്തുന്നത് പോലെ ഈ കോവിഡ് ടെസ്റ്റ് മേള നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും അടിച്ച് അതിൻ്റെ ഒരു ഫോമാറ്റും അടിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിനൊന്നും ആരും ഒപ്പിടണ്ട, ഒന്നും ചെയ്യേണ്ട, ആരും നോക്കേണ്ട. ദെയർ ഇസ് നോ ബഡി ടു ഡു സം കൈൻഡ് ഓഫ് സർവൈലൻസ്. ഇപ്പോൾ ഒരു PCR ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് കണ്ടാമിനേഷൻ ഉള്ളതാണോ ഇല്ലയെന്ന് പോലും നോക്കാനായിട്ട് ആരുമില്ല. പിന്നെ എന്തിനാണ് നടത്തുന്നത്? പബ്ലിക് മണി ഈ തരത്തിൽ ലൂട്ട് ചെയ്യുന്ന, കൊള്ള ചെയ്യുന്ന ഈ ഒരു അധമകൃത്യം എന്ന് പറയുന്ന, പറഞ്ഞില്ലേ, ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ പറഞ്ഞില്ലേ, തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രയോഗം ഇതല്ല. ഇതൊക്കെ ചെയ്യുന്നവൻ ഉണ്ടല്ലോ, അവന് അല്ലെങ്കിൽ അവന്മാർക്ക് കൊടുക്കേണ്ടുന്ന ഉത്തരം ഇതല്ല. ഇത് ആളുകളുടെ ജീവരക്ഷയ്ക്കെന്നും പറഞ്ഞ് ഈ സാർവദേശീയ തലത്തിൽ കോർപ്പറേറ്റ് മുതലാളിത്തം ഉണ്ടാക്കിയ ഒരു കെടുതി, ആ കെടുതിയുടെ പ്രചാരകന്മാരായി ലാഭം പറ്റുന്നവരുണ്ട്. അവരെത്ര ജീവിതങ്ങളെയാണ് തുലയ്ക്കുന്നത് എന്നവരറിയുന്നില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞില്ലേ, അമ്മമാർ കഴുത്ത് ഞെരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം നിങ്ങൾ എടുത്ത് നോക്കുക. അമ്മമാർക്കെല്ലാം മാനസിക അസ്വസ്ഥയാണ്. എന്താണ് അമ്മമാർക്ക് മാനസിക അസ്വസ്ഥം പിടിപെടുന്നത്? അതിനേക്കാളും കടുത്ത രോഗമാണ് നമ്മളെ ഭരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റാണ് മനുഷ്യനെ കൊല്ലുന്നതിലുള്ള ആനന്ദം. ആ ആനന്ദം അനുഭവിക്കുന്നവരെയാണ് നമ്മൾ ഭരണകർത്താക്കളെന്ന് വിളിക്കുന്നത്. അമ്മ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോൾ അതിലുള്ള ആനന്ദം. എൻ്റെ രാജ്യത്ത് ഒരു ദിവസം എത്ര റിപ്പോർട്ടുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച 2 or 3 റിപ്പോർട്ട് വന്നു, അമ്മ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുഞ്ഞുങ്ങൾ സ്പോയിൽ ചെയ്യപ്പെടുന്നുണ്ട്, ചൈൽഡ് ട്രാഫിക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ എന്നെ കൊന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഈ കോർട്ടിസ്റ്റെറോയിഡ് കഴിച്ചിട്ട് എനിക്ക് കോർട്ടിസ്റ്റെറോയിഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതായത് മദ്യം കഴിച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത് പോലെയുള്ളൊരു പരവേശത്തോട് ചെല്ലുന്ന ആൾക്കാരുടെ ഒരു സംഖ്യ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റു സംസ്ഥാനങ്ങളും ഒക്കെ ഈ തരത്തിലുള്ള ഒരു ക്രൗര്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ബാക്ക് ഔട്ട് ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വിവരമാണോ വിവരക്കേടാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് സഹിക്കാൻ വയ്യാത്തതാണ്. കാര്യം ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇത്രയും ഒരു ഭീകരമായ ഒരു ചൂഷണവും ഒരു ക്രൂരമായ ഒരു ഭരണ സമ്പ്രദായവും രാജ്യത്ത് നടക്കുമ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി, അത് സ്വപ്ന സുരേഷിനെ പറ്റിയോ അർജുനായെങ്കിൽ അതൊന്നും പ്രധാനമല്ല എന്ന് പറയുന്നത്, അത് വളരെ പ്രധാനമാണ്, അതിലേക്ക് ഞാൻ വരാം. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് നമ്മുടെ പറഞ്ഞില്ലേ, മനുഷ്യനെ കൂട്ടത്തോട് നശിപ്പിക്കാൻ വേണ്ടി ഒരു 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 മന്ത്രിസഭ അതിൻ്റെ ഭരണചക്രം ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ നിന്ന് തള്ളിക്കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രതിപക്ഷം നടത്തുന്നത്. തിരിഞ്ഞു നിന്ന് ചോദിക്കണം, ഈസ് ദിസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്, ഹാവ് യു എനി എവിഡൻസ് ഫോർ ഇറ്റ്? ഇല്ലെന്നാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെങ്കിൽ അങ്ങനെ അത് സംഭവിക്കില്ല. രണ്ടാമത്, ഈസ് ഇറ്റ് എ മോർട്ടൽ ഡിസീസ്? അത്രയ്ക്ക് മാരകമായിട്ട്, അഥവാ അങ്ങനെ കൂട്ടായിട്ട് പടർന്നു വന്നാൽ പോലും അത്രയ്ക്ക് മാരകമായൊരു ഡിസീസാണോ? ഈ 2 ചോദ്യങ്ങൾ സാമാന്യ ബുദ്ധിയിൽ നിന്ന് ആർക്കും ചോദിക്കാവുന്നതാണ്. അങ്ങനെ ചോദിക്കാൻ കഴിയുന്ന ഒരു രമേശനോ സതീശനോ ഉമ്മൻചാണ്ടിയോ ഒന്നും ഇതുവരെ ജനിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ജനാധിപത്യ ഭരണകാലത്ത് ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ശവപേടകത്തിലാണ്, ശവപേടകവും
വഹിച്ചു കൊണ്ടുപോകുന്നതിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംസ്കരണം, ശവസംസ്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്ന് ദേവർകോവിലിൻ്റെ പാർട്ടിക്കാർ എത്ര ലക്ഷം കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വിജയരാഘവൻ കർശനമായി താക്കീത് ചെയ്തു. വിജയരാഘവന് കർശനമായിട്ട് പിണറായി വിജയനെ താക്കീത് ചെയ്യുന്ന ജനങ്ങളെ കൊല്ലരുതെന്ന് പറയാമോ പിണറായി വിജയനോട്? എങ്കിൽ ഭാര്യയ്ക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ല, വിജയരാഘവനോട് ഇരിക്കാൻ പറ്റില്ല. പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം എന്ന് വെച്ചാൽ വിജയരാഘവനെ എനിക്കറിയാം. വിജയരാഘവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ആളും കുറേയൊക്കെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളും എന്നുള്ള രീതിയിലാണ് വിജയരാഘവനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അത് അയാൾ പിന്നെ SFIയുടെ ആളായിട്ട് വരുന്നതും ആ കാലത്ത് ഇങ്ങനെ ഒരു ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരൻ രീതിയിലോട്ട് കടന്നു വരുന്നല്ലോ എന്ന് പറയുന്ന അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ ഒരിതാണ്. ഞാൻ പറയില്ല, ഭാസ്കര മാഷ് പറയുന്ന പോലെ അവനൊരു മുതലാണ്, അവനൊരു അസറ്റാണ് പ്രസ്ഥാനത്തിനെന്നൊക്കെ പറയുന്ന കുറേ ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് അവരൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ വെറും പാഴാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു യുക്തിബോധമുള്ളൊരു ചോദ്യം പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ ഉന്നയിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഈ അഭിനയകല എന്ന് പറയുന്നത് അരോചകമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ ഇവിടെ ഈ പറഞ്ഞില്ലേ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് വന്നു. ഇന്ത്യൻ എക്സ്പ്രസ് എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇങ്ങനെ കൂടുന്നത് എന്ന് പറഞ്ഞാൽ അന്തം വിടുകയാണ്. എന്താണ് കാരണം? ഇവിടെ കേരളത്തിൽ മാത്രമായിട്ട് എന്തെങ്കിലും സവിശേഷത ഉണ്ടോ ഇങ്ങനെയൊക്കെ വരാനായിട്ട്? ഇതിപ്പോൾ വളരെ പ്രകടനമാണ്. ഇന്നലെ 15,000 പേര് വന്നെങ്കിൽ 1,50,000 ടെസ്റ്റ് നടത്തിയെന്ന് പറയുന്നുണ്ട്. എന്തിൻ്റെ ടെസ്റ്റാണോ എന്തോ? എന്താണ് ഈ 1,50,000 ടെസ്റ്റ് ഒരു ദിവസം കൊണ്ട് നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സാമാന്യ ബുദ്ധിയുള്ളവർ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും ഉജ്ജ്വല, നേരത്തെ തന്നെ അലക്സോ പറഞ്ഞു, ഈ പറയുന്ന PCR ടെസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഈ പറയുന്ന PCR ടെസ്റ്റ് കൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ COVID-19 എന്ന് പറയുന്ന ഒരു രോഗം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു PCR ടെസ്റ്റ് നടത്തിയാൽ യു ഹാവ് ടു നോ ദി വൈറൽ ലോഡ്. ഒരു വൈറസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ വൈറൽ ലോഡ് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ കഴിയണം. വൈറൽ ലോഡ് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൈക്രോബിനെ കണ്ടെത്തിയിട്ട് മൈക്രോബിനെ കൾച്ചർ ചെയ്ത് അതിൻ്റെ ഗ്രോത്തൊക്കെ അറിഞ്ഞതിന് ശേഷമേ അതിന് എത്രത്തോളം ഇൻഫെക്ഷ്യസ് പവർ ഉണ്ടെന്ന് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിനെ ന്യൂക്ലിക്കായിട്ട് ഈ തരത്തിൽ ഒരു അപഗ്രഥനത്തിന് വിധേയമാക്കിയിട്ട് അതിന് അകത്ത് നിന്ന് ഇതിൻ്റെ ഈ എലിമെൻറ്റ്സ് എത്രത്തോളം ഉണ്ട്, ആ എലിമെൻറ്റ്സിൻ്റെ കൗണ്ട് അതിൽ കൃത്യമായിട്ട് കിട്ടില്ല. അവിടെ കൗണ്ട് ചെയ്യാനൊന്നും ഒക്കില്ല. നിങ്ങൾ ഈ എത്ര പരിവൃത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ കൗണ്ടല്ല. ഇവിടെയുള്ള ഈ ന്യൂക്ലിയർ എലിമെൻറ്റിൽ വരുന്ന വൈറൽ എലിമെൻറ്റിൻ്റെ കൗണ്ടല്ല, വൈറൽ ലോഡിൻ്റെ കൗണ്ടായിട്ട് അത് കണക്കാക്കാൻ പറ്റില്ല. ഇത് പറയുന്ന ഞാനൊന്നും അല്ല. ഇത് പറയുന്നത് ഈ RT-PCR എന്ന് പറയുന്ന ഈ സമ്പ്രദായം HIV-യുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, നോബൽ പ്രൈസ് വിന്നറുണ്ട്, കാരി മുള്ളിസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ 1993 നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹമാണ് ഈ RT-PCR ടെസ്റ്റ് ഇൻവെൻറ്റ് ചെയ്തത്. ഹീസ് ദി ഇൻവെൻറ്റർ ഓഫ് RT-PCR ടെസ്റ്റ്. നിങ്ങൾ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠം അതാണ്. ഇപ്പോൾ അലക്സോവും മറ്റുമൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗോൾഡൻ സ്റ്റാൻഡേർഡ്, ഇതിനൊരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുന്ന RT-PCR ഈസ് നെവർ എ ടെസ്റ്റ് ഫോർ COVID-19 എന്നുള്ള ഒരു നിലപാടിൽ നിന്നുണ്ട്. ഇത് അദ്ദേഹം മാത്രമല്ല, RT-PCR അതിൻ്റെ ഇൻവെൻറ്ററായിട്ടുള്ള ഒരു അദ്ദേഹമുണ്ട്, അദ്ദേഹം കൂടി പറയുന്നുണ്ട്. അത് PCR ടെസ്റ്റ് കനോട്ട് ഡിറ്റക്ട് ഫ്രീ ഇൻഫെക്ഷ്യസ് വൈറസസ് അറ്റ് ഓൾ. ഇൻഫെക്ഷ്യസ് വൈറസ് എന്ന് വെച്ചാൽ അത് എങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ വൈറൽ ലോഡ് എങ്ങനെ എന്നുള്ള രീതിയിൽ. ഒരു വൈറസ് ഇൻഫെക്ഷ്യസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് അതങ്ങ് പോവും. അപ്പോൾ ഇതൊരു ഇൻഫെക്ഷ്യസ് വൈറസ് ആണ്, ഇതൊരു പാൻഡമിക് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഷുഡ് ബി എ ഇൻഫെക്ഷ്യസ് വൈറസ്. അങ്ങനെ പകർച്ച നൽകാവുന്ന വൈറസുകളെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ PCR കൊണ്ട് പറ്റുകയില്ല എന്ന് പറയുന്നത് PCR ടെസ്റ്റിൻ്റെ ഇൻവെൻറ്ററായിട്ടുള്ള ഈ കാരി മുള്ളിസ് എന്ന് പറയുന്ന നോബൽ പ്രൈസ് വിന്നറാണ്. അയാൾ 1993 കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അയാൾ പറഞ്ഞിട്ടില്ല
എന്ന് പറഞ്ഞുകൊണ്ട് റോയിട്ടർ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. രംഗപ്രവേശം ചെയ്തിട്ട് റോയിട്ടർ പറയുന്നത് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ജോൺ ലാനിസ്റ്റൺ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധത്തിലാണ് ഇത് അസെപ്റ്റ് ചെയ്ത് പറയുന്നത്. ഇത് കാരി മില്ലീസ് അങ്ങനെ ഈ ഒരു ടേംസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ജോൺ ലാനിസ്റ്റൺ അതിനെപ്പറ്റി പറയുമ്പോൾ PCR ടു ഐഡൻറ്റിഫൈ, അതായത് PCR ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദി വൈറൽ പ്രസൻസ്, അതായത് ദി ജനറ്റിക് പ്രസൻസ് ഓഫ് എ വൈറസ് ആൻഡ് നോട്ട് വൈറസ് ആസ് എ ഹോൾ. അതിൻ്റെ ജനറ്റിക് എലിമെൻറ്റ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ആൻഡ് ദാറ്റ് ഈസ് ഓൺലി ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ലോഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻ്റ് ഓൾസോ. ഇപ്പോൾ ഒരു ജനറ്റിക് എലിമെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു വൈറസിൻ്റെ ജനറ്റിക് എലിമെൻ്റാണ്, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു RNA ടെസ്റ്റ് നടത്തുമ്പോൾ, അല്ല ഒരു PCR ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് യു ഡു നോട്ട് ഫൈൻഡ് ദി വൈറസ് ആസ് എ ഹോൾ, യു ഗെറ്റ് an RNA സ്ട്രാൻഡ്. RNA ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള സ്ട്രാൻഡാണ്, സയൻസ് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇതുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് ഈ RNA സ്ട്രാൻഡിനെ ഇവർ DNA ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇതിനെ ആംപ്ലിഫൈ ചെയ്ത് അതിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി എടുക്കുന്ന ഒരു ഇതാണ്. അതിനൊരു ഡബിൾ ഹെലിക്സ് ഇതിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്, കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ വൈറസ് ഇല്ല, വൈറസ് അതിൻ്റെ ബോഡി ആസ് എ ഹോളില്ല, വൈറസിൻ്റെ ജനറ്റിക് എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ ജനറ്റിക് എലിമെൻറ്റ് ഉണ്ടോ എന്നുള്ള പരിശോധനയാണ്. ആ പരിശോധനയ്ക്ക് വേണ്ടി RNAയിലോട്ട് കടന്നു ചെന്നിട്ട് RNA ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കണ്ടെത്താവുന്നൊരു അവസ്ഥയിലേക്ക് ലാബിലൂടെ RNAയിൽ എന്താണ് ഉള്ളത് എന്നറിയാനുള്ളൊരു പരിശോധനയാണ്. യു ഗെറ്റ് ആൻ RNA സ്ട്രാൻഡ് and you are not sure whether it is a viral RNA of a particular corona. ഒരു കൊറോണയുടെ പർട്ടിക്കുലർ വൈറൽ RNA ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് അറിയണമെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെ ലാബിൽ, ഇതിനെല്ലാം മുമ്പിൽ ഇത് അൺകണ്ടാമിനേറ്റഡ് ആയിരിക്കണം. അപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ജനറ്റിക് സബ്സ്റ്റൻസ്, ഈ RNAയിൽ ഉള്ള ആ ജനറ്റിക് സബ്സ്റ്റൻസിനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും യു ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദി ഇൻഫെക്റ്റീവ് പവർ. അതിന് ഇൻഫെക്റ്റീവ് പവർ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്, അതൊരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റാണ്. ഇതിനകത്ത് ഈ പറയുന്ന HIV-യുടെയോ കൊറോണയുടെ വേറെ ഏതെങ്കിലുമൊക്കെ വൈറസിൻ്റെ എലിമെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം, ഇതിപ്പോൾ ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ COVID-19. HIV ഉൾപ്പെടെ പല ടെസ്റ്റുകൾക്കും നടത്തുന്ന ഒരു ടെസ്റ്റാണ് RT-PCR ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഈ രോഗവ്യാപനം നടത്തുന്ന ഒരു വൈറസിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും എലിമെൻറ്റ് കണ്ടെത്താനാവുമോ എന്നുള്ളതാണ് നമ്മളിത് ലാബിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ RNA സ്ട്രാൻഡിനെ ആംപ്ലിഫൈ ചെയ്ത് അത് നോക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് ഇറ്റ് ഈസ് എ qualitative test. Genetic sequences, there you will be able to find the genetic sequences. And the sequences കാണാൻ പറ്റും. These tests these tests can detect genetic substances but not virus itself and its count. വൈറസിനെ ഒരിക്കലും ഇതിനെ കാണാൻ പറ്റില്ല. ഇതിലൂടെ നിങ്ങൾക്ക് വൈറസിനെ നിങ്ങൾ കണ്ടെത്തുന്നില്ല. ഇവിടെയുള്ള ആൾക്കാർ ധാരാളമായിട്ടുള്ള ജലദോഷത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ വൈറസൊക്കെ നമ്മുടെ ശരീരത്ത് ഒരുപാട് വൈറസുണ്ട്, വൈറസിനെ കണ്ടെത്തുന്നുണ്ട്, പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ RT-PCR ടെസ്റ്റിലൂടെ ഇതിൻ്റെ ജനറ്റിക് സീക്വൻസസിനെ കാണാമെന്നുള്ളതല്ലാതെ അതിൻ്റെ വൈറസിനെ കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൗണ്ടും വൈറൽ ലോഡും ഒന്നും, അത് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കൗണ്ടും വൈറൽ ലോഡും അറിയാനും പറ്റുകയില്ല എന്നാണ്. ഇതിനെ ഇയാൾ ചോദ്യം ചെയ്യുന്നില്ല. റോയിട്ടറാണ്
ഇത് പറയുമ്പോഴത്തേക്ക് ദിസ് എ ഫ്രോഡ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റിനെതിരെ രംഗത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് റോയിട്ടർ അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു സ്പോക്ക് പേഴ്സൺ ഓഫ് ഇംഗ്ലണ്ടിലെ ഏറ്റവും മുതിർന്ന ഒരു വൈദ്യശാസ്ത്രജ്ഞനായുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ചർച്ച നടത്തിയിട്ട് അതിൻ്റെ അയാളുടേതായിട്ടുള്ള ഒരു ഉത്തരം കൂടി റോയിട്ടർ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. റോയിട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വൻകിട കുത്തകളുടെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ RT-PCR ഈസ് നോട്ട് എ ടെസ്റ്റ് സഫിഷ്യൻറ്റ് ടു മെഷർ ദി വൈറൽ ലോഡ് ഓഫ് ദിസ് COVID-19 എന്നുള്ളത് വളരെ കൃത്യമാണ്. വൈറൽ ലോഡ് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് ഇൻഫെക്റ്റീവ് ഓർ നോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ആ തരത്തിൽ വൈറൽ ലോഡ് ഇല്ലെങ്കിൽ, ഒരു വൈറസ് ഉണ്ടായാൽ പോരാ, ആ വൈറസ് ഇൻഫെക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക അളവ് വരെയുള്ള വൈറൽ ലോഡ് ഉണ്ടാകണം. അപ്പോൾ ആ വൈറൽ ലോഡ് മെഷർ ചെയ്യാൻ RT-PCR ടെസ്റ്റിലൂടെ കഴിയുകയില്ല എന്നാണ് RT-PCR ടെസ്റ്റിൻ്റെ ഉപജ്ഞാതാവ് അയാൾ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ജനറ്റിക് സീക്വൻസസ് കാണാൻ പറ്റും. അത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. നിങ്ങളിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന RNA സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഏത് ചകിരിയുടെ വള്ളിയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. നിങ്ങളിത് ഏതെങ്കിലും ഒരു RNA സ്ട്രാൻഡ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇത് എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ പോസിറ്റീവ് എന്നും പറഞ്ഞ് ആളെ പീഡിപ്പിക്കുന്നത്. ഇതൊക്കെ വളരെ കഷ്ടമാണ്. ഇതിൻ്റെ സയൻസാണ് പറയുന്നത്. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി RT-PCRനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന ഇയാളുടെ കൺക്ലൂഷനാണ്, റോയിട്ടറിൻ്റെ കൺക്ലൂഷനാണ് ഞാൻ ഇനി വായിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി ഡിറ്റക്റ്റിംഗ് വൈറൽ മെറ്റീരിയൽ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് ദി വൈറസ് ഈസ് ഫുള്ളി ഇൻടാക്റ്റ് ആൻഡ് ഇൻഫെക്ഷ്യസ്. അതായത് വൈറസ് അതിൻ്റെ പൂർണ്ണതയിലുണ്ടെന്നും അത് ഇൻഫെക്ഷ്യസ് ആണെന്നും ഇതുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് റോയിട്ടർ അവസാനം ഒരു പോസിറ്റീവായിട്ടുള്ള ഇയാൾ പറയുന്നതിന് അനുകൂലമായൊരു അഭിപ്രായം തേടിപ്പോയി. പലരും അതിനനുകൂലമായിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഒരു ഇംഗ്ലീഷ് സ്പോക്സ് പേഴ്സണെ കണ്ടെത്തി, ഇംഗ്ലണ്ടിലെ ഏറ്റവും മുതിർന്ന ഒരു ശാസ്ത്രജ്ഞനെ കണ്ടെത്തി. ദാറ്റ് ദി ഡിറ്റക്റ്റിംഗ് വൈറൽ മെറ്റീരിയൽ, അതായത് വൈറൽ മെറ്റീരിയൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഡസൻറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദി വൈറസ് ഈസ് ഫുള്ളി ഇൻടാക്റ്റ്. അത് വൈറസിനെ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടെത്തിയെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇൻഫെക്ഷ്യസ്, അത് ഇൻഫെക്ഷ്യസ് ആണെന്നും പറയാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജനറ്റിക് സീക്വൻസസ് നിങ്ങൾ ഇതിലൂടെ കാണുന്നുള്ളൂ. ദി ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് വൈറസ് ഫ്രം പോസിറ്റീവ് ഇൻഡിവിജ്വൽസ് റിക്വയർസ് വൈറസ് കൾച്ചർ മെത്തേഡ്സ്. അപ്പോൾ ശരിക്കും ഈ പൂർണ്ണമായിട്ടും വൈറസിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ടെസ്റ്റിൽ നിങ്ങൾ ഒരു RT-PCR ടെസ്റ്റിൽ നിങ്ങൾ വൈറസിനെ കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. യു ഗെറ്റ് an RNA strand that is suspected to be the RNA of COVID-19 and you put it to lab experiment. അതാണ് ചെയ്യുന്നത്. നിങ്ങൾ ലാബ് എക്സ്പെരിമെൻറ്റ് കൊണ്ടുപോകുന്നത് ഒരു RNA സ്ട്രാൻഡിനെയാണ്. RNA സ്ട്രാൻഡിനെ നിങ്ങൾ ഫർദറായിട്ട് എന്തുകൊണ്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്? അതിൻ്റെ ഒരു DNA ഇതിലേക്ക് ആംപ്ലിഫൈ ചെയ്യുന്നതിനാണ്. ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരുപാട് റൊട്ടേഷൻസ് അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു ഫ്ലൂറസെൻറ്റ് ഡൈ പ്രയോഗിക്കുന്നുണ്ട്. ആ ഫ്ലൂറസെൻറ്റ് ഡൈയുടെ ഹാർഡ്നെസ് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഇൻഫെക്ഷ്യസ് പവറോ അല്ലെങ്കിൽ വർക്ക് ലോഡോ നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് പറയുന്നത്. അങ്ങനെ പറയുന്നത് ഒരിക്കലും വൈറസിനെ പറ്റി ഒരു സമ്പൂർണ്ണമായ അതിൻ്റെ ഇൻഫെക്ഷ്യസ് പവറിനെ പറ്റി യാതൊരു തരത്തിലുള്ള വിവരവും ഈ RT-PCRലും നിങ്ങൾക്ക് കിട്ടുകയില്ല. അത് ഇൻഫെക്ഷ്യസ്, അതായത് ഇപ്പോൾ ഒരു വൈറസ് കണ്ടെത്തി അല്ലെങ്കിൽ വൈറൽ എലിമെൻ്റ് കണ്ടെത്തി അല്ലെങ്കിൽ വൈറസ് കണ്ടെത്തി എന്നുള്ളതല്ല ഇതിൽ പ്രധാനമായിട്ടുള്ളത്. വെദർ ഇറ്റ് ഈസ് ഇൻഫെക്ഷ്യസ്. അത് ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായി അത് വന്നു പോയി എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ലോക്ക്ഡൗൺ നടത്തുന്നത്? എന്തിനാണ് നിങ്ങൾ അത്ര മുപ്പൂട്ട്, ദേശാഭിമാനിയുടെ ഭാഷയാണ് മുപ്പൂട്ട് ഇട്ട് പൂട്ടുന്നത്? മുപ്പൂട്ടിട്ട് പൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന് താല്പര്യമുള്ളവരെയൊക്കെ മുപ്പൂട്ടിട്ട് പൂട്ടാം പാർട്ടിക്കകത്ത്. മിണ്ടിപ്പോരുതെന്ന് പറയാം. എല്ലാവരും മുപ്പൂട്ടിട്ട് പൂട്ടിയ ചുണ്ടുകളുമായിട്ടാണ് പാർട്ടി കമ്മിറ്റി ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അതിനാണ് മുപ്പൂട്ടെന്ന് പറയുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, ട്രിപ്പിൾ ലോക്സ് ഉണ്ട്. തുറക്കരുത്. പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ലോക്കുണ്ട്. ആ ലോക്ക് അവിടെ ആവശ്യമാണ്.
ഏറ്റവും വലിയ ഈ വൈറസ് മനുഷ്യൻ്റെ രൂപം കൊണ്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. മുക്കൂട്ട് ഇട്ട് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ആ വൈറസ് നമ്മളെ കൊന്നുകളയും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ പറഞ്ഞില്ലേ ഇതിൻ്റെ വൈറൽ ലോഡ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് നേരത്തെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന റോയിട്ടർ തിരഞ്ഞെടുത്ത സ്പോക്സ് പേഴ്സൺ പോലും പറയുന്നു നിങ്ങൾക്കിത് ഇൻഫെക്ഷ്യസ് ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള യാതൊരു തെളിവും RT-PCR നിന്ന് ലഭിക്കുകയില്ല. ഇത് ഇൻഫെക്ഷ്യസ് ആണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ലോക്ക്ഡൗണും ഈ മുക്കൂട്ടും ഈ കണ്ടെയ്ൻമെൻറ്റ് സോണും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്? നിങ്ങൾ പറയുന്ന ആകെയുള്ള ഒരു ദി ഒൺലി ജെന്യുവൻ ടെസ്റ്റ് ഈസ് RT-PCR എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് കഴിയുകയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതാണ് ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ 165 ടെസ്റ്റ്, അതായത് ഇതിൻ്റെ ഈ പറഞ്ഞില്ലേ ഈ ജനറ്റിക് സീക്വൻസസിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ RNA സ്ട്രാൻഡ് കൊണ്ടുപോകുന്നു, അത് ലാബിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെയൊക്കെ സങ്കീർണതകൾ വലുതാണ്. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ലെവലിൽ അത് ചെയ്തെടുക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഒരു പറഞ്ഞില്ലേ, ഇത് ഈ ഒരു ഇൻഫെക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു സങ്കേതമല്ല, ഇത് ജനറ്റിക് സ്റ്റഡിക്ക് വേണ്ടിയുള്ളൊരു സങ്കേതമാണ്. ഇറ്റ് ഈസ് എ ലാബ് അഫെയർ. RT-PCR ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാബ് അഫെയർ, എ ലബോറട്ടറി അഫെയർ എന്നുള്ള രീതിയിലാണ് ശാസ്ത്രജ്ഞന്മാരെ തന്നെ കാണുന്നത്. നമ്മളിവിടെ ആളുകളെ ഉപദ്രവിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ളതിൽ ഉയർത്തിപ്പിടിക്കുന്നു. അത് WHO അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു. WHOയുടെ കയ്യിൽ വേറെ വിഭവങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ RT-PCR ആകട്ടെ, ഈ RT-PCRും ഈ പറയുന്ന ആൻറ്റിജനും ഈ ആൻറ്റിബോഡീസ് ടെസ്റ്റും എന്നൊക്കെ പറയുന്നത് ഈ COVID-19 വരുന്നതിന് മുമ്പ് ഇവിടെ പല സാഹചര്യങ്ങളിലും രൂപപ്പെട്ടു വന്നിട്ടുള്ള ടെസ്റ്റുകളാണ്. HIV-യുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റിൻ്റേതായിട്ടുള്ള ഇത് വരുന്നത്. എന്നിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഇൻഫെക്ഷ്യസ് ആണോ എന്ന് കണ്ടെത്താൻ ആൻറ്റിജൻ അല്ല ഇതിൽ RT-PCR ടെസ്റ്റിലൂടെ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ക്ഷയരോഗത്തിന് നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് പണ്ട് മുതലേ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒന്നും തന്നെ ഇങ്ങനെ ഒരു ഡിറ്റക്ഷന് സമർത്ഥമാണ് എന്ന് തെളിയിക്കാതിരിക്കെ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതുമല്ല, അലക്സോ പറഞ്ഞതുപോലെ അതേ കാര്യമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഈ സ്പോക്സ് പേഴ്സൺ റോയിട്ടറിൻ്റെ വായിൽ തിരികെ വെച്ച് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ റോയിട്ടറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വക്കേറ്റായിട്ട് വരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇതിനെപ്പറ്റി പരാതികളുണ്ടായാലും അതെല്ലാം ഫേക്കാണ്, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകമുടനീളം പാഞ്ഞു നടക്കുന്ന റോയിട്ടർ അവസാനം ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്, അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ റോയിട്ടർ എന്ന് പറയുന്ന ഈ ന്യൂസ് ഏജൻസി കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ഇംഗ്ലണ്ടിലെ സ്പോക്സ് പേഴ്സൻ്റെ ഇത് വെച്ചിട്ടാണ്. അതിൽ പറയുന്നത് ദി ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് വൈറസ് ഫ്രം പോസിറ്റീവ് ഇൻഡിവിജ്വൽസ്. അത് വരുമ്പോഴത്തേക്ക് പഴയ കാര്യം അലക്സ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് പോസിറ്റീവായി കണ്ടെത്തിയ ഇൻഡിവിജ്വൽസ്, ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഹാവിങ് കോവിഡ് ആസ് എ ഡിസീസ്. പോസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ ഡിസീസ് ആകുന്നില്ല. ഈ ഒരു കോടി പേരിൽപ്പെട്ട ആരും ആകാം. നിങ്ങൾ പറഞ്ഞില്ല ഈ പറഞ്ഞ പോസിറ്റീവ് എന്ന് പറയുന്ന എന്തർത്ഥത്തിലാണ് പറയുന്നത്? ആ പോസിറ്റീവ് എന്ന് പറയുന്നത് ദോസ് ഹു ഷോസ് ദി സിംറ്റംസ് ഓഫ് സച്ച് എ ഡിസീസ്, അവരെയാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഗണത്തിൽ പെടുത്തിയിട്ട് അങ്ങനെ പോസിറ്റീവ് ഇൻഫെക്ഷൻസ്, ദി ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷൻസ് ഫ്രം പോസിറ്റീവ് ഇൻഡിവിജ്വൽസ് റിക്വയർസ്. നമുക്കിപ്പോൾ ഒരു രോഗലക്ഷണം, ഇപ്പോൾ പ്ലേഗിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മൈക്രോബ് നിങ്ങളുടെ ശരീരത്തുണ്ടോ? അതാണ് 1994 സൂറത്തിലെ ഡോക്ടർമാർ പറഞ്ഞത്. ഇതൊക്കെ പ്ലേഗിൻ്റെ ലക്ഷണങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ പ്ലേഗ് പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന് ന്യൂയോർക്കർ റിപ്പോർട്ട് ചെയ്തപ്പോഴും സൂറത്തിലെ ഡോക്ടർമാർ പറഞ്ഞത്. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദി മൈക്രോബ്. അത് നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം, ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അത് കൾച്ചർ ചെയ്തതിന് ശേഷമേ ഇതിൻ്റെ ഇൻഫെക്ഷ്യസ് പവർ നമുക്ക് എടുക്കാൻ പറ്റൂ. അതായത് മൈക്രോബിനെ കണ്ടെത്തണം, മൈക്രോബിനെ കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ ഇൻഫെക്ഷ്യസ് പവർ എത്രയുണ്ടെന്ന് ഇനോക്കുലേഷൻ വഴി നമ്മൾ തിട്ടപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിൻ്റെ വാക്സിനേഷൻ നടത്താൻ പറ്റൂ. അതൊക്കെയാണ് സംഭവം. ഇവിടെ ഇപ്പോൾ ആക്ച്വലായിട്ട് വാക്സിനേഷൻ എന്ന് വെച്ചാൽ കൊറോണ ഡിസീസസിന് സാധാരണ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വാക്സിനേഷൻ കൊടുക്കുന്നു, അത് ഫലിക്കും. ആ ഒരു തരത്തിലല്ലെങ്കിൽ അതായത് നമ്മുടെ ശരീരത്തിൽ കടന്നു വന്നിട്ട് പോകുന്ന ഒന്നിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വാക്സിനേഷൻ കൂടെ എടുക്കുന്ന പറഞ്ഞുകൊണ്ട് അത് ലെസ് ഡേഞ്ചറസ്. ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതല്ല,
ആൾക്ക് ഇതാണ് നല്ലത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഒരു പൂജ നടത്തി ഒരു കുറിയിടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പാട്ട് ഓട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പാട്ട് ഓട്ടുന്ന കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ വാക്സിനേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളത്ര തിക്കും തിരക്കൊക്കെ കാണിച്ച് മരണോപ്രകളൊക്കെ കാണിച്ച് എടുക്കണമെന്നില്ല. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കാൻ ഇത് ആവശ്യമായി വരുന്നു നൽകാൻ യാതൊരു പ്രാധാന്യവും അതിനകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഈ ലോകത്ത് എവിടെയും നടന്നിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ റോയിട്ടർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഈ ലോകത്ത് എവിടെയും നടന്നിട്ടില്ല. വുഹാനിൽ ഇത് ബാറ്റിൽ നിന്ന് ചാടി വന്നതാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്, വൈറസിനെ പറ്റി. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളെ വൈറസ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് വൈറസിനെ നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നത്? CDC അതങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത്. ആ എടുത്തു എന്ന് പറയുന്നത് ഏത് വൈറസാണ്? നിങ്ങളതിനെ COVID-19 എന്ന് പേര് കൊടുത്തെടുക്കുന്നു. ഇറ്റ്സ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് വൈറസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഈ കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ ഇൻഫെക്ഷ്യസ് പവർ യു നെവർ കുഡ് എസ്റ്റാബ്ലിഷ് ഇറ്റ്. ഒരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്തൊരു സംഭവത്തിലാണ് നമ്മൾ ഈ അക്രമം മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ സാമൂഹ്യമായിട്ട് വലിയ അക്രമവും അനാസ്ഥയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒന്നുകൂടെ പറഞ്ഞില്ല, ഇത് ഓരോ ഘട്ടങ്ങളായിട്ട് ഇതിലിപ്പോൾ വളരെ നേരത്തെ തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഇത് പറയേണ്ട ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഓർഗൻ ട്രേഡിൻ്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് പറഞ്ഞില്ലേ, ഇന്ത്യയിലാകെ ഇതിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകളുടെ ഒരു പ്രളയമാണ്. ഒരുപാട് പേര് ഇതിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ മുഖംമൂടികൾ വിൽപ്പന നടത്തുന്നുണ്ട്. വെൻറ്റിലേറ്ററുകൾ, ചിലപ്പോൾ കിടക്കാൻ ആളില്ല. ഇപ്പോൾ മന്ത്രിസഭയിൽ ഓരോരുത്തരും ഓരോ ദിവസമൊക്കെ ചെന്ന് അതിൽ ഒന്ന് കിടന്നു കൊടുത്താൽ മതി. അപ്പോൾ അത് ഫില്ല് ചെയ്യും. ഒരു റൊട്ടേഷനിൽ മന്ത്രിസഭയിലെ ആൾക്കാരും നിയമസഭാ സാമാജികന്മാരും ഒക്കെ വെൻറ്റിലേറ്ററിലൊക്കെ നിന്ന് കിടന്നു കൊടുക്കണം. അല്ലാതെ അത് കിടക്കാൻ ആളില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗശൂന്യമായി പോകും. അതുമല്ല ഈ ഓക്സിജൻ ബെഡുകൾ, അതിലും കിടക്കാൻ വേണ്ടത്ര ആളുകളില്ല. അങ്ങനെ ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞില്ലേ ഈ 1,50,000 പേരെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് ഈ മനുഷ്യന് സങ്കല്പിക്കാനാവുന്നതിനും അപ്പുറമുള്ള അതിക്രമമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആൾക്കാരുമാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പൊതുവേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ജനറൽ എക്കോണമിയായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ എത്തി നിൽക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ആരോ കയ്യേറുകയാണ്. എവറിത്തിങ് ഈസ് ഇൻ്റർനാഷണൽ. നമ്മൾ മനസ്സിലാക്കുക, ഒരു നാഷണൽ ലെവലിൽ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാകുകയും ആ നാഷണൽ ലെവലിൽ ഇന്നിപ്പോൾ പറഞ്ഞില്ലേ, ഇന്ന് FAD ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇത് വന്ന് ഒരു പ്രത്യേക അവസ്ഥയിലെത്തിക്കഴിയുന്നവരെ രക്ഷിക്കാൻ പുതിയ 2 മരുന്നുകൾ കൂടി അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും 3ാം തരംഗം വരും. ഇനി അതുകൂടി ജനങ്ങളുടെ മേൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 3ാം തരംഗം ഉണ്ടായി. റെംഡെസിവിറും കോർട്ടിസ്റ്റീറോയിഡ്സും കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു 2ാം തരംഗം ഉണ്ടായി. ഇനിയിപ്പോൾ പുതിയ 2 മരുന്നുകൾ കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് FAD പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മോദിയും പ്രപ്പോസ് ചെയ്യും. മോദി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ICMR പ്രപ്പോസ് ചെയ്യും. ICMR പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ പ്രപ്പോസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ പരീക്ഷണശാലകളാണ്, പരീക്ഷണ മൃഗങ്ങളാണ് നമ്മൾ എന്നുള്ളൊരവസ്ഥയിൽ പോകുന്നത്. ആരുടെ താല്പര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞില്ലേ, ഇത് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗ്ലോബലൈസേഷന് ശേഷം, ഗ്ലോബലൈസേഷന് മുമ്പുമുണ്ട് ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ആൻ ഇൻട്രൂഷൻ. അത് ഒളിവ് പ്രവർത്തനമായിട്ടാണ് അത് നടന്നുകൊണ്ടിരുന്നത്. അതായത് ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഡോളർ നൽകിയുള്ള ഒരു നുഴഞ്ഞുകയറ്റത്തിലൂടെ അവരിവിടെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫോറിൻ ഫണ്ടിങ് ഏജൻസീസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓപ്പൺ അഗ്രഷൻ, ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഓപ്പൺ അഗ്രഷൻ എന്നുള്ള രീതിയിൽ അവൻ്റെ വരുതിക്ക് അവൻ പറയുന്നതനുസരിച്ച് ദിസ് ഈസ് ഇൻ്റർനാഷണൽ ലോ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇൻ്റർനാഷണൽ ലോ ഓഫ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണലായിട്ട് അപ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോഡിയാണോ? WHO ഇതിനെപ്പറ്റി യാതൊരു സ്ഥിരമായ അഭിപ്രായവും ഇല്ല. 80% പേർക്ക് വന്നു പോകുന്നതാണെന്ന് പറയുന്നുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റ് ഉപയോഗിച്ച് ക്ലിനിക്കലായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്.
ഇപ്പോൾ FAD ആണ് പറയുന്നത്, ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ അവയവ കച്ചവടം നടത്തുന്നവരെ പോലെയുള്ളവരുടെ ഒരു സംഘടനയാണ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫുഡും ഡ്രഗ്സും എത്രത്തോളം ആരോഗ്യത്തിന് അനുയോജ്യമാണ് എന്ന് വിധിക്കുന്ന ഒരു സംഘടന, US ഗവൺമെൻറ്റിൻ്റെ ഒരു സംഘടനയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു UN-ൻ്റെ പരിവേഷമുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘം പണ്ട് നമുക്കുണ്ടായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളിലും അവർ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് UN സെക്രട്ടറി ജനറൽ ഹാമർ ഷീൽഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതെന്തൊക്കെ ആണെന്നൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ധരിച്ചിരുന്നത്. ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ ആരാണെന്ന് നമുക്ക് ആരും അന്വേഷിക്കാറില്ല. അവിടെ ഒരു സെക്രട്ടറി ജനറൽ ഇല്ലെങ്കിലും അവിടെ AK ആന്റണി പിടിച്ചിരുത്തിയാലും മതി, ഒരു പ്രശ്നവുമില്ല, അവിടെ ഇരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ കാര്യമില്ല. അല്ലെങ്കിൽ അമൃതാനന്ദമയെ പിടിച്ചിരുത്തിയാലും UN സെക്രട്ടറി ജനറലായിട്ട് ഇരുത്തണം. അവരവിടെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, അവരവിടെ അങ്ങ് പിടിച്ചിരുത്തിയാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വിടാതെ. അപ്പോൾ UN എന്ന് പറയുന്നത്, UN-ൻ്റെ ഓർഗൻസ് എന്ന് പറയുന്നത് ഇതിനെല്ലാം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണലായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പഴയ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കുറേ റിഫോംസ് കൊണ്ടുവരുന്നതിനും അതിന് അഗ്രസീവായിട്ട് അതിനകത്ത് കടന്നു കയറുന്നതിനും വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് മറ്റൊരു മേഖലയിൽ കൂടിയും ഇത്ര ഡയറക്റ്റായിട്ട്, ഇപ്പോൾ വ്യവസായത്തിൻ്റെ മേഖലയിലൂടെ ആയാലും, പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞായാലും, വിമൻ എംപവർമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞായാലും ഒക്കെ ഇൻ്റർനാഷണൽ ഏജൻസീസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇൻഡസ്ട്രീസിൻ്റെ മേഖലയിൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ കടന്നു കയറാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ കൊണ്ടുവന്ന പ്രോജക്റ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ആകാവൂ എന്നുള്ളൊരു തരത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതും ഫോറിൻ നേഷൻസ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് അവർക്ക് അവരുടെ ഉണ്ട്. അതിപ്പോൾ ആ ഒരു ഭാഗം ഞാനിപ്പോൾ തൽക്കാലം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ എക്കോണമിയിൽ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ലെവലിൽ അവർ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനും നിക്ഷേപക സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് ഇന്ന് ലോകമെങ്ങും ഖ്യാതി പരന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിക്ഷേപ സൗഹൃദത്തിൻ്റെ കഥയാണ് പറയുന്നത്. നിക്ഷേപ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഇൻഫോ പാർക്ക് നമ്മൾ ഉണ്ടാകുക എന്ന് പറയുന്നത്, ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് എൻ്റെ ഭൂമിയാണ്. എൻ്റെ ഭൂമിയിൽ നീ വന്നൊരു ഇൻഡസ്ട്രി നടത്തുമ്പോഴത്തേക്ക് കണ്ടീഷൻസ് ആരുടേതായിരിക്കണം? എൻ്റെ കണ്ടീഷൻസ് ആയിരിക്കണം. അതുകൊണ്ട് എനിക്കെന്ത് അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നുള്ളതാണ് ഞാനതിന് സ്ഥലം കൊടുക്കുമ്പോഴുണ്ടാകുന്ന മുഖ്യ പരിഗണന. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഇൻഫോ പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മേഖലകൾ, ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു മേഖല, ആ മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും കേരളത്തിൻ്റെ ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ്റെ നിയമങ്ങളും അത് ബാധകമായിട്ടുള്ള ഏരിയകളല്ല എന്നുള്ള തരത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖലകളുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന IT മേഖലയിലാണ് കുറേ നാളുകളായിട്ട്. അത് ഒരു മേഖലയാണ്. ആ മേഖല അവരുടേതാണ്. നമ്മൾ അവരുടെ കൂലിപ്പണിക്കാരാണ്. നമ്മുടെ കുട്ടികളത് ചെയ്തു കൊടുക്കുന്നു. പറയുന്ന പോലെ 3 കോടിയുടെ അല്ലെങ്കിൽ 4 കോടിയുടെ ഒരു പദ്ധതി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ അത് അവരുടെ അധ്വാനമാണ് കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും കൂടെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സാലറി ആയിട്ട് കൊടുക്കുന്നു. അത് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് മാറും. ലേബറേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് അത് മാറും. പ്രൊഡക്ഷൻ്റെ എണ്ണം അനുസരിച്ച് മാറും. ഓരോ പ്രോജക്ട്സ് കൊണ്ടുവരിക, ചെയ്യുക. ആ തരത്തിൽ മിക്കവാറും സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഹാർഡ്വെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. വെസ്റ്റേണേഴ്സ് ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് സ്വാഭാവികമായും നമ്മുടെ വ്യാവസായിക രംഗത്ത് ആധിപത്യമുണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ലേബറേഴ്സിനെ നിലനിർത്തുന്ന ഈ സ്ഥാപനങ്ങൾ മിക്കവാറും ഫോറിനായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യക്കാരുടേത് മാത്രം എന്ന് പറയാവുന്ന, ഒരിക്കലും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻ്റർനാഷണൽ ബിസിനസ് ട്രാക്കാണ് IT-യുടെ എന്ന് പറഞ്ഞാൽ. അതിനൊരിക്കലും ഈ ഒരു രാജ്യത്തിൻ്റെ ഫ്രോണ്ടിയറിനകത്ത് നിൽക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് വുഡ്
ട്രസ്പാസ് ദി ഫ്രോണ്ടിയേഴ്സ് ഓഫ് എ നേഷൻ. അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് നമ്മളൊരു ഡീൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഒരു ബിസിനസ് ഡീൽ ഉണ്ടാക്കുകയാണ്. വേറൊരു രാജ്യത്തു നിന്ന് വരുന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും, സ്ഥാപനം നമ്മുടെ തന്നെ ആയാൽ പോലും. അപ്പോൾ ആ തരത്തിൽ ഇൻ്റർനാഷണലൈസ് ചെയ്യപ്പെടുകയും ട്രാൻസ്നാഷണലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യവസായത്തിൻ്റേതായ ഒരു മേഖല നമുക്കുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഗൾഫിൽ പോയ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്, ഇംഗ്ലണ്ടിൽ പോയ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്, കൊറിയയിൽ പോയ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്, ജപ്പാനിൽ പോയ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി, ടെക്നോളജിക്കൽ ഇൻഡസ്ട്രിയുടെ ഒരു ഏരിയയാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് വാട്ട് അഡ്വാൻറ്റേജ് വി ടേക്ക് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു സീനിയർ ഡോക്ടർക്ക് അവർ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ആ സാലറിയുടെക്കാളും വളരെ താണ സാലറിയിൽ ഈ പറയുന്ന സീനിയർ ഡോക്ടർ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഡോക്ടർമാർ അവിടെ ഉണ്ട്. ഒരു ആശുപത്രിയിൽ ശ്വാസം വിടാൻ അനുവദിക്കില്ല, ഭയങ്കരമായിട്ട് പണിയെടുപ്പിച്ചിട്ട് അവന് കൊടുക്കുന്ന ശമ്പളമുണ്ട്. ആ ശമ്പളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശമ്പളമാണ്, വലിയൊരു സാലറിയാണ്. പക്ഷേ ആ സാലറിയിൽ നിന്ന് 30 മുതൽ 40% വരെ ടാക്സായിട്ട് അവൻ്റെ രാജ്യത്ത് പിടിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടേതായിട്ടൊരു വലിയ സ്ഥാപനം അവരുടെ ഓണർഷിപ്പിലുള്ളതാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ധാരാളമായിട്ടുണ്ട്, ഇവിടെയുണ്ട്. അതിൽ നമുക്ക് കണ്ടീഷൻസ് അങ്ങോട്ട് വയ്ക്കാൻ പറ്റുമോ? എന്നിട്ട് എൻ്റെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്ഥാപനം, ഈ സ്ഥാപനം ഇവിടെ നടത്തുന്നതിന് നിങ്ങൾ അവിടെ പറഞ്ഞില്ലേ, എൻ്റെ കുട്ടികളിൽ നിന്ന് 30% 40% ടാക്സ് പിടിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തോ പിടിക്കുന്നുണ്ട്, ഇതാണ് പ്രശ്നം. ഇവിടെ അവൻ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ രാജ്യ നിയമങ്ങളും ബാധകമല്ലാത്ത ഒരു പർട്ടിക്കുലർ ഏരിയ ആയിട്ട് ഇതിനെ മാറ്റുകയും അവിടെ അവൻ്റെ ലേബർ നിയമങ്ങൾ, അവൻ്റേതായ ലേബർ നിയമങ്ങൾ അവന് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആളെ പിരിച്ചുവിടാം. ഇപ്പോഴത്തെ പത്രം ഓഫീസുകളെ പോലെയാണ്. ഇപ്പോഴത്തെ പത്രം ഓഫീസുകളിലും അങ്ങനെയാണ്. ഈ പറയുന്ന ദേശീയ പത്രം ഓഫീസുകളിൽ, ഇവിടുത്തെ പ്രാദേശിക പത്രം ഓഫീസുകളിലും ഉണ്ട്. ഇപ്പോൾ 1-2 പത്രങ്ങൾ, മനോരമ, മാതൃഭൂമിയോ ഒക്കെ ഈ കൂടുതൽ സദാചാരം പറയുന്നുണ്ട്. അത്ര പ്രകടമായിട്ട് ആളുകളെ അങ്ങനെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നില്ലെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ പത്രങ്ങളിലും ആളുടെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നുണ്ട്. നമ്മൾ ജേർണലിസ്റ്റുകളാണല്ലോ ഏറ്റവും അധികം ധാർമ്മിക രോഷമുള്ളവർ. എല്ലാ അനീതികൾക്കുമെതിരെ സമരം ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആളുടെ പിരിച്ചുവിടുമ്പോൾ, നമുക്കിവിടെ ജേർണലിസ്റ്റുകളുടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട്. അവർ ഈ ഇടയ്ക്ക് പോലീസുകാർ അടിക്കുമ്പോഴും വക്കീലന്മാർ അടിക്കുമ്പോഴും അടി ആരെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഒരു പ്രതിഷേധമായിട്ട് പോകുന്നതിൽ കവിഞ്ഞ് ഈ തരത്തിൽ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു നടക്കുന്നത്. ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി കേരളത്തിൽ വന്ന്, ഇപ്പോൾ പറഞ്ഞില്ലേ, കേരളത്തിലൊരു ടെക്നോ പാർക്കും ഒരു ഇൻഫോ പാർക്കും ഉണ്ടായി. ഇനിയും നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സ്പേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ, ഈ സ്പേസ് നമ്മളിങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ സ്പേസ് കൊടുത്തത് കൊണ്ട് വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് വി ടേക്ക് ഔട്ട് ഓഫ് ഇറ്റ്? കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് ഇപ്പം നമുക്ക് ഈ പറയുന്ന തരത്തിൽ കുറച്ച് പബ്ലിക് സെക്ടർ IT കമ്പനീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ സീഡിറ്റ് ഒക്കെ ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു കെൽട്രോൺ ഉണ്ട്. ആ തരത്തിലൊക്കെ നമ്മുടെ കമ്പനികൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പറായിട്ട് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെക്കാളും വളരെ ഷാർപ്പായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്കുണ്ടാകും. ഇപ്പോൾ ആദ്യം TV ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല TV എന്ന് പറയുന്നത് കെൽട്രോൺ TV ആയിരുന്നു. അത് നമ്മൾ ഓർക്കണം, കെൽട്രോൺ പ്രോഡക്റ്റ്സ് ആയിരുന്നു. അതിനു വേണ്ടിയുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എഫിഷ്യൻസി, ലേബർ എഫിഷ്യൻസി ആയാലും ക്രിയേറ്റീവ് എഫിഷ്യൻസി ആയാലും ഉള്ള കേരളീയരായിട്ടുള്ള ലേബറേഴ്സ് ഇതിനകത്ത്, ദേ ആർ ഓൺലി ലേബറേഴ്സ്. അതിൽ കുറേ പേര് ഒരു CEO മറ്റോ ഒക്കെ ആയിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ മുതലാളിത്ത സ്ഥാപനങ്ങളുടെ വക്താക്കളായിട്ട് മാറും. ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് വി ഗീവ് സം സ്പേസ് ഫോർ സം കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ഓർ ഇൻഡസ്ട്രിയലിസ്റ്റ്, ആൻഡ് ഇഫ് ദേ ആർ പ്രൈവറ്റ് ഓർ ഫോറിൻ, ആൻഡ് വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ദി സ്റ്റേറ്റ്, അതാണ് അതിനകത്ത്
പ്രധാനം. അതുകൊണ്ട് സ്റ്റേറ്റിന് എടുക്കാൻ കഴിയുന്ന അഡ്വാൻറ്റേജ് എന്താണ് അറ്റ് ദി ലെവൽ ഓഫ് എക്കോണമി? ദാറ്റ് ഈസ് ദി ബേസിക് ക്വസ്റ്റ്യൻ. അതായത് ഈ സ്ഥലം നമ്മൾ കൊടുക്കുന്നു, ഈ സ്ഥലത്ത് നിങ്ങളുടെ രാജ്യങ്ങളുടെ നിയമം ബാധകമല്ല എന്ന് പറയുന്ന തരത്തിൽ ഒരു സ്മാർട്ട് സിറ്റി ലെജിസ്ലേഷൻ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഫോ പാർക്ക് ലെജിസ്ലേഷൻ അവർക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യത്തിൻ്റെ സാധാരണ നിയമങ്ങൾ, നിങ്ങളിപ്പോൾ കിറ്റക്സിൻ്റെ കാര്യം പറയുമ്പോൾ കിറ്റക്സിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നോട്ടീസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഈ വിദേശ IT കമ്പനികളിൽ നിങ്ങൾക്ക് ആ തരത്തിൽ എന്തെങ്കിലും അധികാരപ്രയോഗം നടത്താൻ പറ്റും. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാര്യം വെച്ചാൽ വി ഗീവ് ദം സ്പേസ് ആൻഡ് ദേ ഹാവ് ദർ ഇൻഡസ്ട്രീസ് ഹിയർ ആൻഡ് വി ആർ ഗെറ്റിംഗ് റെമ്യൂണറേഷൻ ഔട്ട് ഓഫ് ഇറ്റ് ഫോർ ലേബർ. ഇത്രയും കാര്യങ്ങൾ ശരി തന്നെയാണ്. അതുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതേസമയം നമ്മുടെ ജനറൽ എക്കോണമിയെ ഇത് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് ഡയറക്റ്റായിട്ടുള്ള അവരുടെ ഒരു വരവാണ്. അതായത് ഇപ്പോൾ ഈ ടെക്നോളജിക്കൽ അറീനയിൽ ഈ ഒരു കേരളത്തിന് ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ടെക്നോളജിക്കലായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കത് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കൊടുക്കുന്ന സ്പേസ് പോലും മറ്റുള്ളവൻ്റേതായി തീരത്തക്ക തരത്തിൽ അവൻ അവിടെ ഡിക്റ്റേറ്ററായി തീരുമ്പോൾ നമ്മുടെ എക്കോണമിക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ താഴോട്ട്. ഇത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡയറക്റ്റ് അഗ്രഷൻ, അതൊരു ഇൻ്റർനാഷണലായിട്ട് വരുന്നൊരു അഗ്രഷനാണ്. ഇൻ്റർനാഷണലായിട്ടും മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ബയോവാറിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കുമ്പോൾ ഈ പണ്ട് പറഞ്ഞില്ല ഞാൻ, ഈ ജനകീയാസൂത്രണത്തിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ഏറ്റെടുത്തപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൈക്കൂലി കിട്ടി, 16 കോടി കൈക്കൂലി കിട്ടി എന്ന് പറഞ്ഞ അതുപോലെ അത് കള്ളപ്പണമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ കള്ളപ്പണമായാലും വെളുത്ത പണമായാലും നമ്മുടെ ഈ ഗവൺമെൻറ്റിന് ചില ബ്രൈബ്സ് കൊടുത്തിട്ട് ചുളുവിൽ ഈ സ്പേസിൽ അവർ കടന്നു കയറിയിട്ട് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് നമ്മുടെ ഒരു എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ വരുന്ന ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള ഒരു തീമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ക്രിപ്റ്റോ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഏരിയയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കടന്നുവരവ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും ഇൻഫോ പാർക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ലേബർ നിയമങ്ങളും അവിടുത്തെ ജീവിതക്രമങ്ങളും യഥാർത്ഥത്തിൽ അവിടുത്തെ തൊഴിൽ ക്രമങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുവായിട്ടുള്ള തൊഴിൽ ക്രമങ്ങൾ ബാധകമാണോ അവർക്കെന്നുള്ളതാണ് പ്രശ്നം. അതായത് നമ്മുടെ ലേബർ നിയമങ്ങൾ അവിടെ ബാധകമാവില്ലല്ലോ. നമ്മുടെ ലേബർ നിയമങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ അവിടെ ഇൻഫോ പാർക്കിലെ ഇൻഫോസിസിന് ഒരു നോട്ടീസ് കൊണ്ട് കൊടുക്കുകയാണ്, തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല, നിങ്ങൾ ഗവൺമെൻറ് മുമ്പ് ഹാജരാകുമെന്ന് പറഞ്ഞാൽ ഹാജരാകുന്നു ഇല്ലല്ലോ. ആ തരത്തിൽ യാതൊരു ബാധ്യതയും അവർക്കില്ല. അതുപോട്ടെ, അതിനേക്കാൾ പ്രധാനം നമ്മൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥലം ഉപയോഗിച്ച് അവർക്ക് അവരുടേതായ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്യുമ്പോഴും അവരുടെ സ്ഥലത്ത് നമ്മൾ പോയി ജോലി ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മുടെ സ്ഥലത്ത് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോഴും അതിൻ്റെ മുഴുവൻ അഡ്വാൻറ്റേജും ഉണ്ടാകുന്ന എക്കോണമിയുടെ ലെവലിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവൻ ഉണ്ടാകുന്നത് മറ്റുള്ള നേഷൻസിനാണ്, നമുക്ക് അല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫോറിനിൽ പോയി ജോലി ചെയ്യുന്നു, ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് പോകുന്നു. നമുക്ക് ഈ ലേബറിൻ്റേതായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഈ ടെക്നോളജിയുടെ ഫീൽഡിലായാലും മെഡിസിൻ്റെ ഫീൽഡിലായാലും എൻജിനീയറിങ്ങിൻ്റെ ഫീൽഡിലായാലും നമ്മൾ പുറം നാടുകളിൽ ജോലി ചെയ്യുന്നവരും അകനാടുകളിൽ നമ്മുടെ സ്ഥലം കൊടുത്തിട്ട് അവിടെ ജോലി ചെയ്യുന്നവരും യഥാർത്ഥത്തിൽ നമ്മുടെ എക്കോണമിക്ക്, നമ്മളിപ്പോൾ പറയുന്നില്ലേ, ഇപ്പോൾ കേരളം ജീവിക്കുന്നത് പുറം നാടുകളിൽ പോയി ജോലി ചെയ്യുന്നവരുടെ കാശ് കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴേ ഈ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രി വന്നതിന് ശേഷം, IT ഇൻഡസ്ട്രി വന്നതിന് ശേഷം ഈ അകനാടുകളിലുള്ള കുറേ പേർക്ക് കിട്ടുന്ന നല്ല ശമ്പളം കൊണ്ടും
കുറേ അധികം ആൾക്കാർ ജീവിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് എക്കോണമിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിവാരം തോണ്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേബർ ചെയ്യുന്നു, നമ്മുടെ കുട്ടികൾ പണിയെടുക്കുന്നു, നമ്മളെ കുടുംബങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതിനപ്പുറം നമ്മുടെ സ്റ്റേറ്റിന് ആസ് ഇറ്റ് ഈസ് അതിൻ്റെ ഒരു എക്കോണമി ഭദ്രമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഫോറിൻ ഇൻവേഷൻ്റെ, അതായത് ഇപ്പോൾ അവർ കച്ചവടത്തിനായിട്ട് ഇവിടെ വന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായിട്ട് ഇവിടെ വന്നു, അവരിവിടെ റെയിൽ കൊണ്ടുവന്നു, ഇവിടെ ബഹുമുഖ പരിഷ്കാരങ്ങളുണ്ടാക്കി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാക്കി, കോളേജുകളുണ്ടാക്കി, ഈ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കി. അതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും എന്തോ ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ എന്തോ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് തനതായിട്ട് നിർമ്മിക്കുവാനും ആ നിർമ്മാണ ശേഷിയിലൂടെ നമ്മുടെ തല ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് ഇത് നമ്മുടെ രാജ്യമാണ്, ഇത് നമ്മുടെ അവകാശമാണ് എന്ന് പറയുവാനുമുള്ള ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥ ഒരു വലിയ പരിധി വരെ അപഹരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ദുരന്തം ഇതിൻ്റെ പിന്നിലുണ്ട്. ആൻഡ് വെൻ യു ഇൻവൈറ്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ വരാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഈ ലീഗലായിട്ട് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇവിടെ കടത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് യാതൊരു കണ്ടീഷൻസും ഇല്ല, ഉപാധികളില്ല. നിങ്ങൾ ഇവിടെ വന്ന് നടത്തി തന്ന, നിങ്ങളുടെ സ്ഥാപനം ഇവിടെ നടത്തി തന്നാൽ മതി എന്ന് പറയുന്നിടത്തെത്തുമ്പോൾ നമ്മുടെ സ്ഥലം എന്നുള്ളതിൻ്റെ അവകാശവും അധികാരവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ അതായത് ടെക്നോളജിയുടെ ഒരു യുഗത്തിലുണ്ടാകുന്ന ഒരു ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ് ദുർബലമായി തീരുകയാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയുള്ള പ്രതിരോധ ശേഷിയെ തകർക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നാണ് ഈ ഹെൽത്ത് കെയർ ഏരിയയിൽ വരുന്ന അഗ്രഷൻ എന്ന് പറയുന്നത്. ഇതൊരു അഗ്രഷനാണ്. അതായത് നമ്മുടെ മുഴുവൻ ആത്മഹത്യ, നമ്മളെ മുഴുവൻ ഇൻവെലിഡേറ്റ് ചെയ്യുന്ന, നമ്മളെ ഒരു രോഗികളുടെ സമൂഹമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നിത്യരോഗികളുടെ 1.5 വർഷക്കാലമായി നിത്യരോഗികളുടെ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ നമുക്ക് മേൽ മറ്റു പല ശക്തികൾക്കും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡസ്ട്രിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, അവിടെ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പൂട്ടിക്കെട്ടിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായി. ബട്ട് ഇറ്റ് വാസ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് കോൺക്വസ്റ്റ് ഓഫ് അതർ നേഷൻസ്. മറ്റുള്ള രാജ്യങ്ങളെ ഇപ്പോൾ കീഴടക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു നാട്യം ഈ തരത്തിൽ ഡെവലപ്ഡ് കൺട്രീസിന് ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതുണ്ടാവുകയാണ് ഉണ്ടായത്. അതാണ് അതിൻ്റെ ഒരു വശം. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് താരതമ്യേന നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു വിദേശ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യവും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. നമ്മുടെ പല ആൾക്കാരും അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവർ തന്നെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നുണ്ട്. കള്ള സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്, അവരാണ് അതിന് വഴികാട്ടികൾ. അപ്പോൾ ആ തരത്തിൽ ഓർഗൻ ട്രെയിൻ നടത്തുന്നവരുണ്ട്, മറ്റേ നടത്തുന്നവരുണ്ട്. ഈ തരത്തിൽ അതേസമയം ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് നമ്മൾ എത്രത്തോളം ഞെരുക്കി ചുരുക്കി എന്നുള്ളത്. ഞാൻ പറയുന്നത് ഈ IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറേ കൂടെ പോസിറ്റീവാണ്. നമ്മൾ ആ തരത്തിൽ ഞെരുക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ സ്പേസ് പിടിച്ചെടുത്തിട്ട് ഇത് അവൻ്റെ അവകാശമാണ്, അവൻ്റെ സ്ഥലമാണ് എന്നുള്ള മട്ടിൽ ചെയ്യുമ്പോൾ നമുക്കത്രയും സ്പേസ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിന് ഈ തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് സ്റ്റേറ്റിന് അതിൽ നിന്നൊരു അഡ്വാൻറ്റേജ് കിട്ടാത്രത്തോളം കാലം നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഇപ്പോൾ നമ്മൾ പറയട്ടെ, ഇപ്പോൾ IT ഇൻഡസ്ട്രി വരുമ്പോഴത്തേക്ക് ഒരുപാട് ചൈനീസ് കമ്പനികളുണ്ട്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചൈനീസ് കമ്പനികളുണ്ട്. ചൈനക്കാരിപ്പോൾ തലയുയർത്തി പിടിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? IT വന്നപ്പോൾ ദേ ഹാവ് ദെയർ നെയിം ദെയർ. അവർക്ക് അവരെ തന്നെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളെവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്?
ഇന്ത്യ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്? ഈ ജോലി ചെയ്യുന്ന അത്ര ഇന്ത്യക്കാരാണ്. പക്ഷെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് തന്നെ സ്ഥലമില്ല. ആ സ്ഥലത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇവിടെ പരിസ്ഥിതി പ്രസ്ഥാനമൊക്കെ ഇവിടെ കൊണ്ടുവന്നതും സൗരോർജ്ജത്തിൻ്റെ ഉപകരണങ്ങൾ നിർമ്മിക്കേണ്ട, നമ്മൾ നിർമ്മിച്ചങ്ങോട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞതും, അഥവാ ഒരു കമ്പനി ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ കമ്പനി ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരിസ്ഥിതിയില്ല. ഒരു വലിയൊരു മേജർ IT ഇൻഡസ്ട്രി നിങ്ങളുടെ സംസ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു ഫോറിൻ IT ഇൻഡസ്ട്രി നിങ്ങളുടെ സംസ്ഥാനത്ത് വരുമെന്ന് പറയുമ്പോഴത്തേക്ക് കാടുകൾ വഴിമാറി കൊടുക്കും, പുഴകൾ വഴിമാറി കൊടുക്കും. അല്ലാത്തിടത്തോളം കാലം നമ്മൾ പരിസ്ഥിതിവാദികളായിരിക്കുകയും ചെയ്യും. അതൊന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥലം അവരുടെ ലാഭസമ്പാദനത്തിനായിട്ട് ഉപയോഗിക്കുകയും നമ്മുടെ കുറേ പേർക്ക് അതിൽ നിന്നൊരു ആ ലേബറിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുകയും അതേസമയം ഈ സ്ഥലം നമ്മുടേതല്ലാതായി തീരുകയും നമ്മൾ ആ സ്ഥലം നമുക്ക് വേണ്ടി ഉപയോഗിച്ചാൽ കിട്ടുമായിരുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നഷ്ടപ്പെടുകയും, അപ്പോൾ സ്വന്തം സ്ഥലം ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത വിമൂഢമായൊരു ജനതയായി നമ്മൾ മാറുകയും ചെയ്തിരിക്കുന്നു. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഇന്ത്യക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ സംശയം അതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റനൊക്കെ കുറേ കാലമൊക്കെ ഈ ഗവർണർ ജനറലായിട്ടൊക്കെ ഇരിക്കാമെന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ഗൈഡൻസ് തരാനായിട്ട്, രാജ്യം പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഇത് എങ്ങനെ ഭരിക്കും. അത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. എന്താണ്, നമ്മളൊക്കെ പെട്ടെന്ന് ഇതുവരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാജ്യഭാരം ഏൽക്കുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് ഭരിക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് TV തോമസ് പറഞ്ഞത്, നമ്മൾ ഭരിച്ചാലും ഭരുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഭരണം നടക്കുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ഭരിച്ചാൽ ആ ഭരുമോ എന്നുള്ള ചോദ്യത്തിന് നെഗറ്റീവായിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭരിക്കാൻ ആരെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡാണ്, അത് തിന്ന് നീ മരിക്ക് എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാവുന്ന ഒരു സമൂഹമായി നമ്മുടെ ഭരണസ്ഥാപനം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ദുരവസ്ഥ. ഞാനതിൻ്റെ എക്കോണമിയുടെ ഭാഗത്തേക്കാണ് ഇന്ന് കടന്നു വരുന്നത്. അപ്പോൾ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ദി നോളജ് ഓഫ് ഗവൺമെൻറ്, ആൻഡ് ഇൻ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഗവൺമെൻറ് ബിക്കം സബ്മിസീവ് ടു ദി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ ഒരു ഉടമയും അടിയാളനുമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫോ പാർക്കിൽ ഒരു 10 ഫോറിൻ ഇൻസ്റ്റലേഷൻസ് വരെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉടമ എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റലേഷൻസും അടിയാളൻ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റും ആണ്. ഇത് മാറി വരണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ഉൽപ്പാദന വ്യവസ്ഥ ഉണ്ടാകണം. ഈ ഒരു ഉൽപ്പാദന വ്യവസ്ഥയെ ഉപരോധിച്ച് സ്പേസ് അവരുടേതാക്കാൻ വേണ്ടിയാണ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ പദ്ധതി 1990കളുടെ ഒടുവിൽ 3 ലോക രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. കാരണം കഴിഞ്ഞാൽ നോൺ പ്രോഡക്റ്റീവ് എക്കോണമി എന്ന് പറയുന്നതിലൂടെ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ളവർ വന്ന് പ്രൊഡ്യൂസ് ചെയ്യും, അവരുടെ ഈ സൗരോർജ്ജത്തിൻ്റെ ഉപകരണങ്ങൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് നമ്മളെല്ലാ വീടുകളിലും മേൽക്കൂരകളിൽ സ്ഥാപിക്കും. അപ്പോൾ ഇത് നമ്മുടെ എക്കോണമിക്ക് പ്രയോജനപ്പെടുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു കോൺസ്പിറസി ആയിരുന്നു. ഡീസെൻട്രലൈസേഷൻ വാസ് എ കോൺസ്പിറസി ജസ്റ്റ് ടോപ്പിൾ ദി സ്റ്റേറ്റ് ദറ്റ് യു കോൾ ഇന്ത്യൻ സ്റ്റേറ്റ്. നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപരമാധികാര റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ശിഥിലീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഡീസെൻട്രലൈസേഷൻ എന്നും. അതിനുശേഷം നമ്മുടെ സംസ്ഥാനം തന്നെ 3,10,000 കോടി രൂപയുടെ കടക്കാരായി തീരുകയും ഇപ്പോൾ FDA ആണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അച്ഛൻ, പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് FDA പറയുന്ന കൽപ്പനകളെ അനുസരിക്കുകയും ഒരു ഇൻഫെഷ്യസ് പവറുമില്ലാത്ത ഉണ്ടെന്ന് തെളിയിക്കപ്പെടാത്ത ഒരു രോഗത്തിൻ്റെ പേരിൽ ജനങ്ങളെ മുഴുവൻ കൂട്ടിലടക്കുകയും പീഡിപ്പിക്കുകയും
സർവ്വസാധാരണമായ ഒരു അരാജകത്വത്തിൻ്റെ നിലവിളി നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങൾ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുകയും വലിച്ചെറിയപ്പെടുകയും കുഞ്ഞുങ്ങൾ വലിച്ചെറിയപ്പെടുകയും, പണ്ടൊക്കെ ആണെങ്കിൽ പറഞ്ഞില്ലേ, പുറത്ത് പറയാനാവാത്ത ഒരു ഗർഭം ഉണ്ടായി കുഞ്ഞിനെ വളർത്താൻ അമ്മയ്ക്ക് കഴിയാതെ വരുമ്പോൾ അമ്മ തെരുവിലാകുന്നു, തെരുവിൽ എവിടെയെങ്കിലും വലിച്ചെറിയുന്നു, അങ്ങനെ തെരുവിൽ അനാഥരായി വളർന്ന കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. കുടുംബസ്ഥരായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും വലിച്ചെറിയുകയും അവർക്ക് മാനസിക വിഭ്രാന്തി പിടിപെടുകയും ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതൊരു പൊതു അവസ്ഥയായിട്ട് മാറുകയാണ്. കുഞ്ഞുങ്ങൾ 8, 9, 10 വയസ്സുള്ള, അതിൽ ഈ തൂങ്ങുമരണമല്ലാത്ത തൂക്കിക്കൊന്നവരും ഉണ്ട്. അത് വേറെ ഇൻറ്റൻഷനോട് ചെയ്തതാണ്. അതിനേക്കാളും വളരെ ക്രൂരമായ ഇൻറ്റൻഷനോടുകൂടി ചെയ്തതാണ്. അങ്ങനെ അല്ലാതെ സ്വയം കുട്ടികൾ തൂങ്ങി മരിക്കുന്നു. 10 വയസ്സിനടുത്തുള്ള കുട്ടികൾ സ്വയം തൂങ്ങി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും, അപ്പോൾ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ ഈ തരത്തിൽ ഒരു വലിയൊരു നൈരാശ്യത്തിൻ്റെതായ കരിമ്പടം ജീവിതത്തെ വലിച്ചു മുറുക്കുകയും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു നീരാളിയുടെ പിടുത്തത്തിൽ നമ്മൾ അമർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതെന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് വരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉൾപ്പെടെ ഇൻഡയറക്റ്റായിട്ട് വരുന്ന ക്രിപ്റ്റോ ക്യാപിറ്റലിസത്തിൻ്റെ രഹസ്യാത്മകമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടും ചേർന്ന് നമ്മുടെ ദേശീയമായ അസറ്റിനെ ഞെരുക്കിക്കൊണ്ടുവരികയും നമ്മൾ അധമർണരായി തീരുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ ആ ക്രിപ്റ്റോ ക്യാപിറ്റലിസത്തിൻ്റെ ആ ഭാഗം കൂടി അടുത്ത ദിവസം വരാം. അപ്പോഴത്തേക്ക് നമുക്ക് സ്വപ്ന സുരേഷും അർജുനായിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഏരിയ കൂടി നമുക്ക് കവർ ചെയ്യാൻ കഴിയും.